കാരേറ്റുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ യാദർച്ഛികമായി എന്നെ വന്ന് കാണുകയുണ്ടായി. ഏതായാലും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അടൂർ പ്രകാശിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാമൂഹ്യ ക്ഷേമ രംഗത്ത് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന് ഒരു സൗകര്യപ്രദമായ ഒരു ദിവസം അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് എന്നോട് പറഞ്ഞ കാര്യവും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പിന്നെ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അവിടെ വരുന്ന ദിവസം MP എന്നുള്ള നിലയിൽ എന്നെ ബന്ധപ്പെട്ടിട്ട് ഞാൻ കൂടി ചെല്ലണം എന്ന് പറയുകയുണ്ടായി. ഞാൻ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിൽ കാട്ടുകള്ളനാണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശിൻ്റെ ഒരു ചിത്രം കണ്ടു എന്നുള്ളത് കൊണ്ട് അടൂർ പ്രകാശ് ഇതിനകത്തൊന്നും മാറി നിൽക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ SIT എന്നെ വിളിച്ചാൽ കൃത്യമായുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ പറയും. അതിലൊരു സംശയം അല്ലല്ല, ഞാൻ അങ്ങനെ ഉത്തരം ഞാൻ പറഞ്ഞില്ല. നിങ്ങളത് വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ട. ഇല്ല, ഞാൻ ഒന്ന് പറയട്ടെ. ഇദ്ദേഹത്തിന് ഈ റിപ്പോർട്ടർ ചാനലിന് ഒരു ഇച്ചിരി കുഴപ്പമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് ആദ്യം പറയട്ടെ, സോണിയാഗാന്ധിയെ എന്തിനു കണ്ടു എന്ന് എന്നോട് ഇപ്പോൾ ആരും ചോദിച്ചു. ഞാനല്ലല്ലോ പറയേണ്ടത്. അത് എനിക്ക് പറയാൻ പറ്റില്ല. കണ്ടത് അത് തന്നെ ഇച്ചിരി കുഴപ്പമുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു ഇച്ചിരി കുഴപ്പമല്ലേ സാർ, കുറച്ച് വലിയ കുഴപ്പമുണ്ട്. ഇത്തരം ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ പുറത്തു വിടുന്നൊരു സ്വഭാവം റിപ്പോർട്ടർ TVക്കുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ അടൂർ പ്രകാശ് സമ്മാനങ്ങൾ വാങ്ങുന്നത് ഒരു ചിത്രം എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞതെങ്കിൽ ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. റഹീസ് റഷീദ് നേരത്തെ അടൂർ പ്രകാശ് UDF കൺവീനർ പറഞ്ഞത് അങ്ങ് ജൻപഥിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വിളിച്ചു, താൻ അവിടെ പോയി, അത് സത്യമാണ് എന്നത് സമ്മതിച്ചു. ആ ചിത്രങ്ങൾ നമ്മൾ പുറത്തുവിട്ടപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിത്രം നമ്മൾ പുറത്തുവിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റൊരു വീടിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. അതൊരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി യാദൃച്ഛികമായി തന്നെ ബന്ധപ്പെട്ടു, താൻ അവിടെ പോയി എന്നാണ് പറഞ്ഞത്. ഇത് യാദൃച്ഛികമായ ബന്ധത്തിന്റെ തെളിവാണോ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്? അതല്ല, നിത്യസന്ദർശകനാണ് എന്നുള്ളത് മൊഴിയിലുണ്ട്, അടുത്ത പരിചയക്കാരനാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിലൂടെ വെളിവാവുകയാണോ? റാഹി സുഷി അരുൺകുമാർ, അങ്ങനെ നമുക്ക് പറയേണ്ടി വരും. കാരണം യാദൃശ്ചികമായി കണ്ട അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അല്ല നമ്മുടെ ദൃശ്യങ്ങളിലുള്ളത്. ഇപ്പോൾ ഇനി യാദൃശികം എന്ന് പറയുന്നത് മന്ത്രി, അന്ന് MLA ആയിരുന്ന, പിന്നീട് MP ആയ അടൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലുള്ളപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തുന്നു, കാണുന്നു, മിണ്ടുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു എന്നതൊക്കെ പറഞ്ഞാൽ അതിനെ നമുക്ക് യാദൃശ്ചികമെന്ന് പറയാം. പക്ഷേ അടൂർ പ്രകാശ് എന്ന കോൺഗ്രസ് നേതാവ് ബംഗളൂരുവിൽ എത്തുമ്പോൾ അടൂർ പ്രകാശ് ബംഗളൂരുവിലെത്തി എന്നറിയാവുന്ന എത്ര ആളുകളുണ്ടാകാം? അത്ര അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളും മാത്രമായിരിക്കും ഉണ്ടാവുക. അതല്ലെങ്കിൽ ബംഗളൂരുവിൽ വല്ല കോൺഗ്രസിന്റെ വലിയ റാലിയിലൊക്കെ പങ്കെടുക്കാൻ അടൂർ പ്രകാശ് പോകണം, പത്രത്തിലൊക്കെ വാർത്ത വരണം, ഇന്ന് അടൂർ പ്രകാശ് ഇന്ന പരിപാടിയിലുണ്ടെന്ന്. ആ ലെവലിൽ ഒരു പ്രൊഫൈലുള്ള ആളല്ല അടൂർ പ്രകാശ്. അപ്പോൾ അടൂർ പ്രകാശ് ബംഗളൂരുവിലെത്തുമ്പോൾ അടൂർ പ്രകാശ് ബംഗളൂരുവിലെത്തി എന്ന് അറിയാനുള്ള ബന്ധം അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ പുറത്തുവിടുന്ന ചിത്രം എവിടെയെങ്കിലും പൊതുസ്ഥലത്തിരുന്നോ അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിലിരുന്ന ചിത്രമല്ല, ഒരു ഫ്ലാറ്റിനകത്ത് നിൽക്കുന്ന ചിത്രമാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ലാറ്റ് അല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. അതായത് അടൂർ പ്രകാശ് ബംഗളൂരുവിലെത്തിയപ്പോൾ അദ്ദേഹം താമസിച്ച ഒരു സ്ഥലമാകാനാണ് അങ്ങനെയാണെങ്കിൽ സാധ്യത. ആ സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്തണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ എത്താൻ പറ്റുന്ന തരത്തിലുള്ള സൗഹൃദം, ബന്ധം അടൂർ പ്രകാശുമായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള രമേശ് റാവു ഈ കേസിൽ ഇപ്പോൾ SITയുടെ പ്രതിപ്പട്ടികയിൽ വന്നിട്ടില്ല എന്ന് പറയാമെങ്കിലും അടിമുടി ഈ കേസിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധം, ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ ചാപ്റ്റർ തുറക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ ഭാഗത്തുമുള്ള ഒരു പേരാണ് രമേശ് റാവു. ഈ രമേശ് റാവു എന്തിന് UDFന്റെ കൺവീനറായ കോൺഗ്രസിന്റെ നേതാവായ ലോക്സഭാ അംഗമായ ഒരു MP-യെ കാണാൻ ഇദ്ദേഹത്തിനൊപ്പം വരുന്നു? വെറും സൗഹൃദത്തിന്റെ പുറത്ത് പോയതാകാനുള്ള സാധ്യതയില്ലല്ലോ. ഇനി അങ്ങനെ പോയെങ്കിൽ തന്നെ രമേശ് റാവു എന്തിന് ഈ അടൂർ പ്രകാശിന് ഒരു ഗിഫ്റ്റ്, അതൊരു കണ്ടാൽ ഒരു ഗിഫ്റ്റാണ് എന്ന കാര്യം ഉറപ്പാണ്.
എന്തിനങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതായത് അടൂർ പ്രകാശ് പറയുന്നത് പോലെ ഒന്നും യാദൃശ്ചികമല്ല, യാദൃശ്ചികത്തിനൊക്കെ അപ്പുറം ഉള്ള ബന്ധം ഇവർ തമ്മിലുണ്ട് എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന് നമ്മൾ പുറത്തുവിടുന്ന രണ്ടാമത്തെ ചിത്രമാണ്. ആ ചിത്രം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി ദേവിയുടെ മൂത്ത മകളുടെ വീട്ടിൽ നടക്കുന്ന കല്യാണവുമായി വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലെ ചിത്രമാണ്. പക്ഷേ കല്യാണ ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി ആ മണ്ഡലത്തിൽ നടക്കുന്ന ഒരാളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. പക്ഷേ അത് കല്യാണം നടന്നത് ഒരു ഓഡിറ്റോറിയത്തിലാണ്. ആ ഓഡിറ്റോറിയത്തിലെ പരിപാടിയിലല്ല. ആ പരിപാടിയിൽ മറ്റു ജനപ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് CPIഎമ്മിന്റെയും കോൺഗ്രസിന്റെയും മറ്റു ജനപ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. പക്ഷെ അതിന്റെ ചിത്രങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് അത് സ്ഥിരീകരിച്ച് പറയാത്തത്. എങ്കിൽ പോലും അത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് വെഞ്ഞാറമൂടിന് ആറ്റിങ്ങലിലേക്ക് പോകുന്ന സ്ഥലത്ത് താമസിക്കുന്ന മിനി ദേവിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നടന്ന ഒരു ചടങ്ങിന്റെ ചിത്രമാണ്. അതൊരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് വിവാഹത്തിന്റെ തലേന്നുള്ള ചിത്രമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് വേണമെങ്കിൽ അടൂർ പ്രകാശിന് ന്യായം പറയാം. പിറ്റേ ദിവസത്തെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തലേന്ന് വീട്ടിൽ പോയതാണെന്ന് പറയാം. അങ്ങനെ തന്നെ വന്ന് കണ്ട മണ്ഡലത്തിലെ അയ്യപ്പ ഭക്തന്റെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് എങ്ങനെ പോകും അടൂർ പ്രകാശ്? അതാണ് അരുൺകുമാർ. തലേന്ന് വിവാഹത്തിന് അന്ന് പോകാൻ ഇനി അദ്ദേഹത്തിന് പറ്റാത്തത് കൊണ്ട് തലേന്ന് വീട്ടിൽ നടക്കുന്ന ചടങ്ങുകളിൽ അടൂർ പ്രകാശ് പങ്കെടുക്കണമെങ്കിൽ അതിൽ നല്ല ബന്ധം വേണം. സാധാരണ നമ്മളൊക്കെ ജനപ്രതിനിധികൾ കാണുന്നതല്ല. അവർ കല്യാണ വീട്ടിൽ ചിലപ്പോൾ വരുമായിരിക്കും. അന്ന് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് തലേന്ന് നടക്കുന്ന ചടങ്ങാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ചിത്രങ്ങൾ തന്നയാളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നടക്കുന്ന പിറ്റേന്ന് വരാൻ പറ്റാത്തത് കൊണ്ട് തലേന്ന് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ അത്ര ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ഉണ്ടായിരിക്കണമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. എങ്ങനെ ആ ബന്ധം വന്നു, ആ ബന്ധം ഏതളവിൽ വരെ പോയി എന്നത് അടൂർ പ്രകാശാണ് പറയേണ്ടത്. നമ്മൾ അടൂർ പ്രകാശിന്റെ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്ന് ഹൈക്കമാൻഡുമായിട്ടുള്ള കേരളത്തിലെ നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഡൽഹിയിലാണ് അടൂർ പ്രകാശ് ഉള്ളത്. അവിടെ നമ്മളെ കാണും, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണും എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അടൂർ പ്രകാശ് പറയുന്ന ഇച്ചിരെ ബന്ധം, യാദൃച്ഛികമായ കൂടിക്കാഴ്ച എന്ന രണ്ട് പരാമർശത്തിലൂന്നിയുള്ള എവിടെയോ വെച്ച് എന്തോ കണ്ട ഒരു ബന്ധം എന്നത് നമുക്ക് അങ്ങനെ അല്ല എന്ന് 100% ഉറപ്പിച്ച് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും.